പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ആ വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കാരണം ദാരിദ്ര്യാവസ്ഥയിൽ കിടന്ന നമ്മെ ഒക്കെ രക്ഷിച്ച് സമ്പന്നമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ. ആകയാൽ ഇന്ന് നമ്മൾ ദാരിദ്ര്യമുള്ളവരല്ല. ഇന്ന് നമ്മൾ ഒരു മേഖലയിലും തഴയപ്പെട്ടവരല്ല. ദൈവത്താൽ കരം പിടിച്ച് ഉയർക്കപ്പെട്ടവരാണെന്ന് സത്യം ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഓർക്കണം. താഴ്ചയുള്ളവരെ ഉയർത്തുന്നവനായ ദൈവം. സംഗീതക്കാരൻ പറയുന്നു, ഞാൻ താണ കുഴിയിലും കുഴഞ്ഞ ചേച്ചിലുമായിരുന്നു. നമ്മുടെ അവസ്ഥ അതായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. അപ്പൊ നമ്മുടെ കഴിഞ്ഞകാല അവസ്ഥകളൊക്കെ വളരെ വേദനാജനകമായ അവസ്ഥയായിരുന്നു. ഒന്നുമില്ലാത്ത സാഹചര്യം, ആരും അംഗീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് സമ്പന്നനായ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മയൊക്കെ രക്ഷിച്ചത്. ആകയാൽ ഇന്ന് നമ്മൾ സമ്പന്നതയുടെ ഉടമസ്ഥരായി തീർന്നിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ ക്രൂശമരണത്താൽ നമുക്ക് ലഭിക്കപ്പെട്ടതാകയാൽ ഈ പകൽക്കാലം ഒന്നിനെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടരുത്. നമ്മൾ കരയുകയല്ല, പിന്നെയോ പ്രത്യാശയോടെ ദൈവം നമുക്ക് തന്ന പദവികളെ ഓർത്ത്, ആ പദവി മുഖാന്തരം നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ പകൽക്കാലം ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ സകല മഹിമകളും വിട്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു നമ്മെ വീണ്ടെടുത്ത നല്ല കർത്താവിനോട് ചേർന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് പകൽക്കാലത്തേക്കും സമ്പന്നതയിൽ കൂടെ നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ സമർപ്പിക്കാം. അവൻ്റെ കരത്താൽ നമ്മൾ ഉയർത്തപ്പെടാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ചില മേഖലകളിൽ കരം പിടിച്ച് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. നിങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അവൻ നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. ആകയാൽ കരയുകയല്ല, പ്രത്യാശയോടെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.